ഹായ് ഹലോ നമസ്കാരം. പ്ലേറ്റ്സ് ആൻഡ് പ്ലാനറ്റ്സിന്റെ ഒരു ചെറിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഏട്ടന്മാരാണ്. പ്രശാന്ത് ഏട്ടൻ, ഹരി അനിയനാണ്, പിന്നെ അജിത്ത്. അപ്പൊ ഞങ്ങൾ എല്ലാരും കസിൻസ് ആണ്. അപ്പൊ നമ്മൾ തന്നെ ഒരു ചായ കുടിക്കാൻ പോവാന്ന് കൊണ്ടാണ്. അപ്പൊ എവിടേക്കാ ചായ കുടിക്കാൻ പോണു? പൊള്ളാച്ചി പോകാനുള്ള മൈൻഡ് സെറ്റിലാണ് പോണ്. പക്ഷെ ഒരാൾക്ക് ആന കണ്ടാലേ ചായ കുടിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ആനന്റെ മണത്തോടെ ചായ അല്ല, ഉയരം കൂടുന്തോറും മറവിലേക്കാണ് പോണത്. അപ്പൊ എല്ലാരും നമ്മളുടെ പോകപ്പോ വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പൊ നമ്മുടെ യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നൈറ്റ് റൈഡ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാരും ഉഷാറല്ലേ? സ്വന്തം സ്ഥലം കൊയിഞ്ഞാമ്പാറയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. അതെ, ഉഷാറല്ലടാ? ഉഷാർ. അജിയോ നമ്മളെപ്പോഴും ഓണായിരിക്കണം. ഉറങ്ങരുത്, ആരും ഉറങ്ങാണ്ട് ഓണായിരിക്കണം. അതെ, ലക്ഷ്യം ഒരു ടൈഗറാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അതെ അതെ. കഴിഞ്ഞ ട്രിപ്പില് ഞാനും പ്രതിമാമനൊക്കെ പോണ സമയത്ത് പറഞ്ഞാണ് ടൈഗർ കിട്ടും. ഇനി ടൈഗറാണ്. ബാക്കിയെല്ലാം കണ്ടു കഴിഞ്ഞു. ടൈഗർ കണ്ടിട്ടുണ്ട്, പക്ഷെ മിന്നായം പോലെ കണ്ടിട്ടുണ്ടേ. അത് നല്ലൊരു ദർശനം തരുന്നതായിരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ പോണത് മറയൂർക്കാണ്. അതിപ്പോ നമ്മുടെ നാട്ടിന്ന് പൊള്ളാച്ചിന്ന് ഉടുമൽപേട്ടന് ചിന്നാറിന്ന് മറയൂർ. അതാണ് നമ്മളിപ്പോ പോണ റൂട്ട്. മൊത്തം കിലോമീറ്റർ വന്നിട്ട് 100 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് മറയൂർക്ക് വരുന്നത്. എത്ര ഒരു 2-3 മണിക്കൂർ ഓടണം അല്ലേ? 2-2.5 മണിക്കൂർ അല്ലേ? ഗുരുവായൂർ പോണ അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് പഴനിക്കും 100 കിലോമീറ്റർ തന്നെയാണ്. സെയിം ദൂരമാണ് മറയൂർക്കും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതായത് നമ്മുടെ ഇവിടുത്തെ റോഡും തമിഴ്നാട് കയറിയാലുള്ള റോഡും രണ്ടും എത്ര വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ പോണത് കേരളത്തിലെ വഴിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് എത്ര കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വെഹിക്കിൾ സ്പീഡ് ടു ഹൈ, ഡ്രൈവ് സ്ലോ. റോഡിനനുസരിച്ച് റോഡ് മുഴുവൻ കുഴിയും ആയിട്ട് നമുക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. ഇത് അവസ്ഥ തമിഴ്നാട് ബോർഡർ എത്തി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, അപ്പോ നമ്മള് ഇതാണ് ഗോപാലപുരം എന്ന് പറയുന്നത്. ഗോപാലപുരം നമ്മുടെ ബോർഡറാണ് വരുന്നത്. അതെ, ഹരിന്റെ ഏരിയയാണ്. ഹരിന്റെ വീട് ഗോപാലപുരമാണ്. നമ്മളിത് ഇപ്പോ കേരളത്താണ്. ഇതവിടുന്ന് ബോർഡർ കടക്കാൻ പോകണം. ഇതാണ് ബോർഡർ. നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ വരുന്നത് തമിഴ്നാട്. യെസ്, ഇനിയിപ്പോ നമ്മള് തമിഴ്നാടാണ്. തമിഴ്നാട് എത്തിയപ്പോ തന്നെ ആ റോഡിന്റെ ഒരു ഫിനിഷിങ് അടിപൊളിയാണ്. ഇവിടെ നല്ല റോഡാണ്. അവിടെ നമ്മൾ എത്തണമായിരിക്കും. അടിപൊളി റോഡാണ്. അപ്പൊ പറ ഹരി, ഇതാണ് നമ്മുടെ ബോർഡർ. യെസ്, തിരുവള്ളുവർ ചില അത് കാണിക്കണം കേട്ടോ. ഇനി തമിഴില് നാങ്ക പേസണം. നമ്മൾ നൈറ്റ് കടത്തി വിടാത്തോണ്ട് നമുക്ക് പോകണ്ട. ഇനി നമ്മൾ അവിടെ പോയി ചായ കുടിച്ചിട്ട് വരും. ആമാങ്ക ആമാങ്ക. തമിഴ്നാട്ടിലേക്ക് ഇപ്പൊ തന്നെ നീ ഫുഡ് കഴിച്ചു വന്നത്. എന്നാലും ബെസ്റ്റ് നമ്മളെ മുറുക്കനും ബെസ്പാകും. പിന്നെ അപ്പൊ നമ്മള് വന്നോണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചി എത്താറായി. അതിന്റെ മുമ്പ്, പൊള്ളാച്ചി എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് പോണതാണ് പറമ്പിക്കുളം. പറമ്പിക്കുളത്തേക്ക് ഇവിടുന്ന് വെറും 39 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ ജംഗ്ഷൻ ഇവിടുന്ന് റൈറ്റ് എടുക്കും. ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാലാണ് പറമ്പിക്കുളം. നമുക്കിപ്പോ നേരെ പോകേണ്ടത്. അപ്പൊ കാശ് നമ്മള് പൊള്ളാച്ചി എത്താറായി. അപ്പൊ ഇതാണ് പൊള്ളാച്ചി പാലക്കാട് റൂട്ട്. ഇവിടുന്ന് കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാച്ചി എത്തി.
നമ്മൾ ഇവിടെ നിന്നാണ് സാധാരണ പെട്രോൾ അടിക്കാറ്. ഭാരത് പെട്രോൾ പമ്പാണ് ഇത്. ലോറി അസോസിയേഷന്റെ ഒരു പെട്രോൾ പമ്പാണ്. നമുക്ക് പൊള്ളാച്ചി എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പും ഉണ്ടാവും, അതുപോലെ തന്നെ ഭാരത് പെട്രോൾ പമ്പും ഉണ്ടാവും. മാക്സിമം മൂന്നാർ, അതുപോലെ തന്നെ പഴനി, കൊടൈക്കനാൽ വരുന്നവർ പൊള്ളാച്ചി എത്തുന്നതിന് മുമ്പ് ഈ പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. നല്ല പമ്പാണ് കേട്ടോ അത്. നമ്മളെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഇപ്പുറത്ത് കാണുന്നതാണ് ന്യൂ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പൊ നമ്മൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതായിപ്പോ നേരെ പോകണം തിരുപ്പൂർ, പഴനി ആ റൂട്ട്. ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്തുനിന്ന് ഇനി റൈറ്റ് കട്ട് ചെയ്യും. അപ്പൊ നമ്മള് ഇത് പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചിന് ഒരു മധുരൈ മിസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കും. ഇവിടെയാണെങ്കിൽ നമുക്ക് മധുരയിൽ ഫേമസ് ആയ ബൺ പൊറോട്ട കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വേണ്ടി വന്നതാണ്. അതായത് ഇതാണ് നമ്മുടെ മധുരൈ ബൺ പൊറോട്ട. ഇവിടെ പൊള്ളാച്ചിയിൽ ഭയങ്കര നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണത്. അപ്പോൾ പൊള്ളാച്ചി വഴിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് മധുരൈ മെസ് എന്ന് പറഞ്ഞിട്ടാണ്. പൊള്ളാച്ചി ടു മൂന്നാർ റൂട്ടുമാണ് ഉള്ളത്. മധുരൈ മെസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളി ബൺ പൊറോട്ടയും ദോശയും കാര്യങ്ങളെല്ലാം കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ഫുഡ്. അപ്പൊ നമ്മള് പൊള്ളാച്ചിന്ന് ഭക്ഷണം മേടിച്ചു, പാർസല് മേടിച്ചത്. പാർസല് മേടിച്ചിട്ട് ഇത് ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് പഴനി 65 കിലോമീറ്റർ, ഉടുമ്പൽപേട്ട 29 കിലോമീറ്റർ. ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് നമ്മള്. അപ്പൊ ഉടുമ്പൽപേട്ടേന്ന് വീണ്ടും നമ്മൾ ഡൈവേഷൻ എടുക്കും. അപ്പൊ 29 കിലോമീറ്റർ ആണ് ഇനി ഉടുമ്പൽപേട്ടയ്ക്കുള്ളത്. പിന്നെ ഭക്ഷണം മേടിച്ചു. ഒരു ബൺ പൊറോട്ടയ്ക്ക് 35 രൂപയാണ് ചാർജ് വരുന്നത്. കുഴപ്പമില്ല, ടേസ്റ്റ് വൈസ് അത്യാവശ്യം നല്ലതാണ്. നമ്മുടെ ഹരി കഴിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് കഴിച്ചിട്ടില്ല നീ? പിന്നെ നമ്മളെ സ്ഥിരം കടയാണ്. അപ്പോ ടേസ്റ്റ് വൈസ് നല്ലതാണെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 35 രൂപ വർത്താണ്. ഇല്ലെങ്കിൽ അറിയില്ല, ഞാൻ പാർസൽ മേടിച്ചിട്ടേ ഉള്ളൂ, ഞാൻ കഴിച്ചിട്ടില്ല. ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം അവിടുത്തെ ഫുഡ്. അതല്ലേ, ചെട്ടിനാട് മധുരൈ സ്റ്റൈൽ ബൺ പൊറോട്ട, ചെട്ടിനാട് ഐറ്റംസ് എല്ലാം. ചിക്കൻ ചിന്താമണി. യെസ്. പക്ഷെ ഞങ്ങൾ പോകുമ്പോഴേക്കും ചിക്കൻ ചിന്താമണിയൊക്കെ കഴിഞ്ഞു പോയിട്ടാ, അതൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മള് രാത്രി 12 മണി വരെ കടയുണ്ട്. എപ്പോ വേണമെങ്കിലും വന്ന് കഴിക്കാം. നൈറ്റ് എവിടെ പോയിട്ട് വരികയാണെങ്കിലും ഈ ടൈമിൽ എവിടെ പോയിട്ട് വരികയാണെങ്കിലും 12, അതായത് മൂന്നാർ റൂട്ട് വരുന്ന സമയത്ത് 12 മണി വരെ കടയും. വരുന്ന വണ്ടികളൊക്കെ നോക്കി വെച്ചു. പക്ഷെ ട്രാവലറോ ബസ്സോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിർത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. വണ്ടി പാർക്കിംഗ് സൗകര്യം ഇല്ല. റോഡ് സൈഡാണ് കട, പാർക്കിംഗ് സൗകര്യം ഇല്ല. ചെറിയ കാറാകുന്ന സമയത്ത് നമുക്ക് വണ്ടിയിലാകുമ്പോൾ നമുക്ക് സൈഡ് തന്നെ പാർക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നുള്ളൂ. നല്ല കടയാട്ടോ, കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മള് പഴനിന്ന് വരുന്ന സമയത്ത് ഇവിടുന്ന് റോഡ് ഇതാണ് ഇപ്പൊ നമ്മള് പുതിയ വരുന്ന ഹൈവേ ആയിട്ടാണ്. ഇവിടെ നമ്മൾ റൈറ്റ് കയറിയിട്ട് ഹൈവേയിലേക്ക് കയറും. നല്ല അടിപൊളി റോഡാണ് ഇനി വരാൻ പോണത്. അങ്ങനെ നമ്മൾ ഉടുമ്പൽപേട്ട റോഡ് കയറിയിരിക്കുകയാണ്, ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. പുതിയ ഹൈവേ ആണത്, അടിപൊളി റോഡാട്ടോ അത്. ഇനിയിപ്പോ നമ്മൾ ഉടുമ്പൽപേട്ട എത്തുന്നത് നമുക്ക് അറിയേയില്ല, അത്രയ്ക്ക് നല്ല ഗംഭീര റോഡത്.
നമ്മളൊരു ഉടുമൽപേട്ട ടൗൺ എത്തിയിട്ടുണ്ട്. അപ്പോ ഇവിടുന്ന് നേരെ റൈറ്റ് എടുക്കണം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ പഴയ ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിന്നാറും നേരെ കൂടും. ഈ റൈറ്റാണ് പോകുന്നത്. ഇതാണ് പഴനി റൂട്ട്. ഇവിടെ നേരെ റൈറ്റ് എടുത്തു ഉടുമൽപേട്ടയിൽ. ഇനി ഇവിടുന്ന് നേരെ പോകാം മൂന്നാർ 88 കിലോമീറ്റർ. മൂന്നാർക്ക് ഇനി വെറും 88 കിലോമീറ്റർ. നമ്മൾ മൂന്നാർ പോകണില്ല, പറയാൻ പറ്റില്ല. അതെ പറയാൻ പറ്റില്ല. ടൈമിങ്ങിനനുസരിച്ച് രാവിലെ തന്നെ തന്നതായിട്ടുണ്ട്. യാത്ര പോകണം. അപ്പൊ നമ്മള് പള്ളപാളയം എത്തിയിരിക്കുകയാണ്. പള്ളപാളയത്തിൽ നിന്നാണ് ഇനി റൈറ്റ് പോകേണ്ടത്. ചിന്നാർ 22 കിലോമീറ്റർ, മൂന്നാർ 81 കിലോമീറ്റർ. ഇവിടെ നിന്നാണ് ഇനി ലെഫ്റ്റ് പോകേണ്ടത് കേട്ടോ. സോറി, ചിന്നാർക്ക് ഇനി 21 കിലോമീറ്ററേ ഉള്ളൂ. ചിന്നാർക്ക് 20 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. മാനപ്പൊട്ടി എന്ന് പറഞ്ഞു, അതായത് നമ്മുടെ എന്താ പറയുക ചെന്നൈ ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിൽ മാനപ്പൊട്ടി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്, അടിപൊളിയാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇനി വീണ്ടും വണ്ടി എടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പം നമ്മൾ ചിന്നാർ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് നൈറ്റ് ഡ്രൈവാണ് പോണത്. അപ്പോൾ അത്രയ്ക്കും നമ്മൾ കെയർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ചുറ്റും നോക്കിയിട്ടാണ് നമ്മൾ പോണത്. നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. പോയിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ പാട്ടോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ഒന്നും ചെയ്യാതെ അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ പാട്ടോ കാര്യങ്ങളൊന്നും മ്യൂസിക് സിസ്റ്റം ഓഫ് ചെയ്യണം. സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡ് ലിമിറ്റിൽ വേണം നമ്മൾ പോകാനായിട്ട്. നോക്കാം, എന്തായാലും കിട്ടാതിരിക്കില്ല. നോക്കാം, കിട്ടും. പേടിയുണ്ടോ? പിന്നെ നമ്മളത്ര ഓടിച്ചു. അതെ അതെ. ഒരാളില്ലേ, ഒരാള് സൺറൂഫ് തുറന്നിരിക്കുന്നുണ്ട്. അജി ഹായ് ഹായ്. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് താഴെ എങ്ങനെയുണ്ട്? അടിപൊളി കിട്ടാൻ മുകളിൽ പോയി നോക്ക്. സൺറൂഫ് തുറന്ന് മുകളിലിരിക്കുമ്പോ അടിപൊളിയാണ്. സൂപ്പറാണ്. പന്നി 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 പന്നി. കാട്ടുപോത്ത് കണ്ടിരിക്കുകയാണ് നമ്മളെ ഗൈസ്. നല്ല സൈസ്, അടിപൊളി സൈസ് കാട്ടുപോത്ത്. അടിപൊളി അടിപൊളി അടിപൊളി. യെസ്. എവിടുത്തെ നല്ല കാട്ടുപോത്ത് കണ്ടിട്ടുണ്ട്. നന്നായി ഫസ്റ്റ് കണ്ടത് കാട്ടുപോത്താണ്. ഓക്കെ, അത് കയറി ടാറ്റാ.
നമ്മൾ പോവാം. ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. നോക്കട്ടെ ഒന്ന്. യെസ്, കാട്ടുപോത്ത്, വീണ്ടും കാട്ടുപോത്ത് ഗൈസ്. ഇതേ കണ്ടോ, അടിപൊളി കാട്ടുപോത്ത്, നല്ല സൈസുള്ള സാധനം. സൗണ്ട് കേട്ടിട്ട് നോക്കിയതായിരുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു കാട്ടുപോത്തുണ്ടായിരുന്നു. കണ്ടുപിടിച്ചത് വേറെ ആരുമല്ല, ഹരിയാണ്. അതെങ്കിലും കണ്ടു നമ്മള്. അപ്പോൾ 2 കാട്ടുപോത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മറയൂർ ടൗണ് വരുന്നത്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ 4 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങളതൊക്കെ ഫോറസ്റ്റിലാണ്, വഴിയിൽ നിർത്തിയാണ്. അവിടെ എന്താ പറയുക, ചെറിയൊരു പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിർത്തിയാണ് ഇവിടുന്ന്. ഇപ്പോൾ നമ്മൾ പോകുന്നതാണ് മറയൂർ സാൻഡിൽ ഫോറസ്റ്റ്. ഈ 2 സൈഡും കാണുന്നതാണ് മറയൂരിലെ പ്രശസ്തമായ സാൻഡിൽ ഫോറസ്റ്റ് ഉള്ളത്. ചന്ദന കാടുകളാണ്. അപ്പോൾ ഇവിടെ വണ്ടികളൊന്നും നിർത്താൻ പാടില്ല, കണ്ടിന്യൂസ് റണ്ണിങ്ങിലായിരിക്കണം. എപ്പോഴും ഈ ഫോറസ്റ്റിൽ ഗാർഡുകളും എല്ലാവരും ഉണ്ടാവും. നമ്മൾ വണ്ടി നിർത്താതെ പോവുക. ഇവിടെ മാനുകളും അതുപോലെ തന്നെ കാട്ടുപോത്ത് അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ വൈൽഡ് ആനിമൽസിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വണ്ടി നിർത്താൻ പറ്റില്ല. കണ്ട് നമ്മളങ്ങനെ പോകണം. സെൻസിറ്റീവായ ഏരിയ ആയതുകൊണ്ട് നമുക്ക് വണ്ടികൾ നിർത്താൻ പറ്റില്ല. ഇതാണ് നാച്ചുവല്ലിക്കുള്ള വഴി. ഫോറസ്റ്റ് ഓഫീസ്, അത് മറ്റേ മറയൂരിലെ ഫോറസ്റ്റ് ഓഫീസാണത്. മ്ലാവ് നല്ല ടൗണിലാണ്, മറയൂർ ടൗണിലെത്താൻ മുമ്പ് നല്ല മ്ലാവ്. ഓക്കെ, അതിനെ ഡിസ്റ്റർബ് ചെയ്യാനില്ല, നമ്മൾ പോകണം. കണ്ടുക, ആസ്വദിക്കുക, പോവുക. ഇതാണ് മറയൂർ ടൗണ്. നമ്മൾ എത്തിയ സമയം ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് കടകളെല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മളിവിടെ ഹാൾട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ ഹാൾട്ട് ചെയ്തിട്ട് പിന്നെ പോവാന്ന് വെച്ചിട്ടാണ്. എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മറയൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഇവിടെ കടകളൊന്നുമില്ല. എല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മുടെ വണ്ടിയിൽ അതാണ് മറയൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ സമയം എത്രയാടാ? 1 മണി. 1 മണിയായി ഇപ്പോൾ. സമയം 1 മണിയായി. അപ്പോൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ കടകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? ഇപ്പോൾ കാട്ടുപോത്ത് കണ്ടു, പിന്നെ മ്ലാവ് കണ്ടു, പിന്നെ ആനന്റെ പിണ്ടം കണ്ടു. ആന കാണാൻ പറ്റിയില്ല. എന്തായാലും മിക്കവാറും തിരിച്ചു പോകുമ്പോഴെങ്കിലും കാണുന്നുണ്ട്. കണ്ടിട്ടേ നമുക്ക് തിരിച്ചു പോകും. ഒരു പ്രതീക്ഷയുണ്ട് ആന കാണണം എന്നുള്ളത്. നോക്കാം. അപ്പോൾ ഇവിടെ 10 മണിക്കൊക്കെ ക്ലോസ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ 1 മണിക്ക് എത്തി. എല്ലാം ക്ലോസ്ഡ് ആണ്. ഉണ്ടല്ലേ? ഉറക്കം വരുന്നുണ്ടോ ഹരി? നമുക്ക് ഉറക്കം വരാറില്ല. നമുക്ക് ആന കണ്ടിട്ടേ ഉറങ്ങുള്ളൂ. ആന കാണാൻ വന്ന ആന കണ്ടിട്ടേ പോകുള്ളൂ. പരിപാടിയില്ല. അതെ, ആന കാണാൻ വന്നാൽ നമ്മൾ ആന കണ്ടിട്ടേ പോകുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നമുക്ക് കാണാം. ഓക്കെ. ഇപ്പോൾ 2 മണി സമയം എത്രയാടാ? 2:18. നമ്മൾ ഇവിടുന്ന് മറയൂരിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റായി ഇറങ്ങിയിട്ട്. ഒരു ആന കാണുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇനി എന്താണ് ഹരി? പിന്നെ പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നുള്ളൊരു. അതെ,
പ്രതീക്ഷയോടെ പോകണം. വീണ്ടും കാട്ടുപോത്ത് മേലെയുണ്ട്, മേലെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ മുകളിൽ നിന്നും ഒരു പോത്തിറങ്ങുന്നു. കുട്ടി പോവാ. അപ്പോൾ ഗൈസ് ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. ഇപ്പോൾ കാട്ടുപോത്ത് കണ്ട പോലെ എന്തെങ്കിലുമൊക്കെ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോണത്. കാണണം. രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചത്ര ആനുവൽ സൈറ്റിംഗ് കിട്ടിയിട്ടില്ല. സോ എന്തായാലും ഇനിയൊരു നല്ലൊരു വീഡിയോ, അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്.